എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങ് സ്റ്റൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 പച്ചമുളകാണ്. 3 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1-ാം പാലും 2-ാം പാലുമാണ്. അത് ചേർക്കുന്ന സമയത്ത് കൃത്യമായ അളവ് പറയാം. ഒരു കടായിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് 2-ാം പാലാണ് ചേർക്കുന്നത്. ഈ 2-ാം പാലിൽ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മൾ സ്റ്റൂ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാനായിട്ട് കുക്കറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു കടായിൽ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഈ 2-ാം പാലിൽ കിടന്നിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ഈ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ സ്റ്റൂ കുറച്ചുകൂടി നല്ലത് കുറുകി കിട്ടും. എല്ലാ കഷ്ണങ്ങളും ഉടയ്ക്കണമെന്നില്ല, കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഉരുളക്കിഴങ്ങ് സ്റ്റൂ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ തേങ്ങാപ്പാലൊക്കെ ഇതുപോലെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കോക്കനട്ട് മിൽക്ക് അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറും കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ ആ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും. അത് വെച്ചിട്ട് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ തന്നെ കിട്ടും. ഞാൻ ഇടയ്ക്ക് നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടും സ്റ്റൂ തയ്യാറാക്കാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് 1/2 കപ്പ് 1-ാം പാലാണ് ചേർക്കാനുള്ളത്. ഈ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാനൊന്നും പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് 2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കരുത്. നല്ല പച്ച വെളിച്ചെണ്ണയാണ് അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ചു വയ്ക്കണം. അങ്ങനെ നല്ല രുചിയൂറും സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. കണ്ടല്ലേ, നല്ല അടിപൊളി സ്റ്റൂ ആണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഉരുളക്കിഴങ്ങ് സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്